നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അൽ ഖാലിഖായ, സദാസമയം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അൽ അലീമായ, അൽ ബസീറായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നല്ല ഒരു മുസ്ലിമായി ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കുന്ന ഒരു സംഭവം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 1458 ഹദീസായി ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്ര അയക്കുമ്പോൾ അദ്ദേഹത്തോട് അവസാന ഘട്ടത്തിൽ ചില വസിയ്യത്തുകൾ നൽകുന്നുണ്ട്. അതിലൊന്ന്, ഇന്നക തഖദ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബിൻ. മുആദ്, നീ പോകുന്നത് വേദം നൽകപ്പെട്ട വേദക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്. നീ അവരിലേക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അവരെ ക്ഷണിക്കേണ്ടതും അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്തിലേക്കാണ്, ആരാധനയിലേക്കാണ്. ഫഇദാ അറഫുല്ലാഹ ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം 5 സ്വലവാത്തിൻ ഫീ യൗമിഹിം വലയാലിഹിം വലൈലതിഹിം. അവരെ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നീ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവരുടെ രാവിലെകളിലും അതേപോലെ തന്നെ രാത്രികളിലുമായി അവരുടെ അള്ളാഹു അവർക്ക് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ്. പിന്നെ എന്തുകൊണ്ട് വെള്ളിയാഴ്ച നമ്മളെല്ലാവരും നിർബന്ധമായും കേൾക്കേണ്ട ഒരു അവസരമായ ഈ ഖുതുബയിൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ഉണർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധമായി നമ്മളൊരു ആലോചന നമ്മുടെ കാര്യത്തിൽ തന്നെ നടത്തുകയാണ് എങ്കിൽ എത്ര കണ്ട് നമ്മുടെയൊക്കെ 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ നമുക്കൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാറുണ്ട് എന്ന ഒരു ചിന്തയാണ് വരേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മളെ ഓർമ്മപ്പെടുത്തി. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാഹ്. കാഫിറുകൾക്കും നമുക്കുമിടയിലുള്ള ഒരു മറ എന്ന് പറയുന്നത് അസ്സലാഹ്, അത് അതിൻ്റെ നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ. റസൂലുള്ളാഹി പറഞ്ഞ വല്ലാത്ത വാക്കാണ്. നിസ്കാരം ആര് ഒഴിവാക്കിയോ ഓൻ കഫറ, കാഫിറായി എന്നുള്ളതാണ്. അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ അതിൽ പലപ്പോഴും ശ്രദ്ധ തെറ്റിപ്പോകുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ സുബഹിൻ്റെ സമയം ഏകദേശം 5:30 ശേഷമാണ് ബാങ്ക് കൊടുക്കാറുള്ളത്. ഏകദേശം 5:58, 5:59, 6 മണിക്കൊക്കെയാണ് ഇപ്പോഴത്തെ സുബഹിൻ്റെ ജമാഅത്ത് നിസ്കാരം പള്ളികൾ നടക്കാറുള്ളത്. നമ്മുടെ പള്ളികളിൽ, ഇവിടെ നിന്നല്ല, നമ്മൾ ഏതൊക്കെ പള്ളികളുണ്ടോ അവിടെയൊക്കെ നമുക്ക് പോകാൻ കഴിയാറുണ്ടോ എന്നുള്ളതാണ്. സുബഹി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. കാഫിറായി പോകും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, ഇന്നി ഫറദ്തു അലാ ഉമ്മതിക 5 സ്വലവാത്തിൻ വഅഹിദ്തു ഇൻദി അഹ്ദ. പ്രവാചകരെ, അങ്ങയുടെ ഉമ്മത്തിന് 5 വക്ത് നിസ്കാരം ഞാനിതാ നിർബന്ധമാക്കിയിരിക്കുന്നു. വഅഹിദ്തു ഇൻദി അഹ്ദ, ഞാനതൊരു കരാറായി എൻ്റെ അടുക്കൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വല്ലാത്ത ചില വാക്കുകൾ, അന്നഹു മൻ ജാഅ യുഹാഫിളു അലൈഹിന്ന ലിവഖ്തിഹിന്ന അദ്ഖൽതുഹുൽ ജന്ന. അപ്പോൾ ഈ പറയപ്പെട്ട 5 വക്ത് നിസ്കാരം ഒരാൾ അതിൻ്റെ കൃത്യമായ സമയത്ത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കുന്നുവോ അദ്ഖൽതുഹുൽ ജന്ന, അങ്ങനെയുള്ള ഏതൊരാൾക്കും നാം സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറായി പറയുന്നത്, വമൻ ലം യുഹാഫിള് അലൈഹിൻ. ഇനി ഒരാൾ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ കൃത്യമായ സമയത്ത് നടത്തുന്നില്ല, അതിൻ്റെ സൂക്ഷ്മതയിൽ അവർക്ക് കുറവുണ്ട് എങ്കിൽ ഫലാ അഹ്ദ ലഹു ഇൻദി, അവനും
എനിക്കുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അള്ളാഹു പറയാണ് എനിക്കവനുമായി, നമ്മുടെ പേരെടുത്തിട്ട്, അള്ളാഹു കാക്കട്ടെ ആമീൻ, ഒരു ഉദാഹരണം പറയാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പേരെടുത്തിട്ട് പടച്ചോൻ പറയാൻ, അള്ളാഹു പറയാൻ എനിക്കവനുമായൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എന്ത് പ്രതീക്ഷയാണ് പിന്നെ നമുക്കുള്ളത്? ആരില്ല പിന്നെ നമുക്കൊരു പ്രതീക്ഷ വെക്കാൻ കഴിയുക? ആരുടെ ഷഫാഅത്താണ്, ശുപാർശയാണ് അള്ളാഹു പിന്നെ സ്വീകരിക്കുക? അള്ളാഹു കാക്കട്ടെ. അപ്പോൾ അത്രയും ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ സമ്മാനമല്ലേ നമ്മുടെ 5 വക്ത നിസ്കാരം എന്ന് പറയുന്നത്. ഇത് കരാറായി അള്ളാഹു നൽകിയത് മിഅ്റാജ് യാത്രയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ നിസ്കാരത്തിനുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ നമുക്ക് നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് നിരത്താൻ കഴിയുമോ അതൊന്നും അതിനുള്ള തടസ്സമല്ല എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് എങ്കിൽ അയാളോട് നിന്ന് തന്നെ നിസ്കരിക്കണമെന്ന് അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നിർബന്ധിക്കുന്നില്ലല്ലോ. അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇളവായി നൽകി, ഉദ്ർ നൽകാൻ. ഇനി അയാൾക്ക് ഇരുന്നും നിസ്കരിക്കാൻ കഴിയുന്നില്ല, എങ്ങനെയാണ് എങ്കിൽ നമുക്ക് കിടന്ന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ രൂപത്തിലെങ്കിലും നമുക്ക് നിസ്കരിക്കാനുള്ള വകുപ്പുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ഒരു പ്രശ്നമില്ലാത്ത പോലെ നിസ്കാരമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. എന്നാൽ എല്ലാവിധ പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, കൈയില്ലാത്ത, കാലില്ലാത്ത, കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറുമായി നടക്കുന്ന, അത്തരത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികൾ വരെ 5 വക്ത് നിസ്കാരത്തിന് വരികയാണ്. അള്ളാഹു ഒരു പ്രയാസവും ശരീരത്തിനോ മനസ്സിനോ സമ്പത്തിനോ ഒന്നും നൽകാത്ത, എല്ലാവിധ നിഅമത്തും നമുക്ക് നൽകിയ നമ്മളെപ്പോലെയുള്ള ആളുകൾ നമുക്ക് പള്ളിയായിട്ടൊരു ബന്ധമില്ല, നിസ്കാരമായിട്ടൊരു ബന്ധമില്ല. അവിടെ നമ്മൾ ചിന്തിക്കുക, ലഇൻ ശകർതും ലഅസീദന്നകും, നമുക്ക് അള്ളാഹു നൽകിയ ഈ നിഅമത്തുകൾ നമ്മൾ അതിന് നന്ദി കാണിച്ചാൽ മാത്രമേ പടച്ചോൻ അത് തുടർത്തുകയുള്ളൂ, അത് വർദ്ധിപ്പിച്ചു തരികയുള്ളൂ. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, അള്ളാഹ് അതും വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു. നമ്മുടെ ഈ നിയമത്തുകൾക്കൊക്കെ അള്ളാഹുവിനോട് നന്ദി കേടാണ് നമ്മൾ കാണിക്കുന്നത് എങ്കിൽ, നമുക്കൊരുപാട് സമ്പത്ത് തന്നതാണ് നിസ്കാരത്തിലേക്ക് നമുക്ക് തിരിയാൻ അനുവദിക്കാത്തത് എങ്കിൽ, ആ സമ്പത്ത് വീണ്ടും അവിടെ നിലനിൽക്കും എന്ന് നമുക്ക് ആരാണ് ഉറപ്പ് നൽകിയത്? ഒരുപാട് തിരക്കുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാത്തത് എങ്കിൽ ആ അധികാരങ്ങൾ നൽകിയത് ആരാണോ അവന് തന്നെ നമ്മെ താഴെ ഇറക്കാനും കഴിവുണ്ട് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇനി അതല്ല, നമ്മുടെ കുടുംബമാണ് നമ്മൾക്ക് നിസ്കരിക്കാൻ തടസ്സം നിൽക്കുന്നത് എങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷനോ ഒരു കല്യാണോ എന്തെങ്കിലും ഒരു ചടങ്ങോ ആണ് 5 വക്ത് നിസ്കാരങ്ങളിൽ നിന്നും നമ്മളെ പിറകോട്ട് വലിക്കുന്നത് എങ്കിൽ നമ്മൾ ആലോചിക്കണം. സൗദി അറേബ്യയിൽ 2 സ്ഥലങ്ങളിലായി മക്കളെ വിട്ടേച്ചുകൊണ്ട് ഉപ്പയും ഉമ്മയും പോയ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആക്സിഡന്റ് ഈ ആഴ്ചയാണ് നടന്നത്. അല്ലാഹു ആ മക്കൾക്ക് പരിപൂർണമായിട്ടുള്ള സംരക്ഷണം നൽകിയതിനെ കഴിക്കട്ടെ, ആമീൻ. അവരങ്ങനെയാണെന്നല്ല പറയുന്നത്, നമുക്കൊരു പാഠമാണ് അത്തരം കാര്യങ്ങൾ. അതേപോലെ തന്നെ മക്കൾ 4 പേരും മരണപ്പെട്ടു പോയിട്ട് യതീമായ ഉപ്പയെയും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കരച്ചിലല്ലാതെ നമുക്ക് സമ്മാനിക്കുന്നില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, കുടുംബം നിസ്കരിക്കുന്നതിൽ നിന്ന് നമുക്കൊരു തടസ്സമാകരുത്. നമ്മുടെ പണം, സമ്പത്ത്, അധികാരം, ഇതൊന്നും, നമ്മുടെ തിരക്ക് ഒന്നും അള്ളാഹുവിനോടുള്ള സ്മരണയിൽ നിന്നും, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതൊന്നും നമുക്ക് തടസ്സമാകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മേന്മകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിസ്കാരത്തിന് ചില മേന്മകൾ അള്ളാഹു സുബ്ഹാനഹു തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, വഅഖിമിസ്സലാഹ്, ഈ നിസ്കാരം ഉറപോലെ നിർവഹിക്കണം. 5 വക്ത് സമയത്ത് അതിൻ്റെതായ രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കണം. ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും ആ നിസ്കാരം, 5 വക്ത് നിസ്കാരം എന്ന് പറയുന്നത് മ്ലേച്ഛ വൃത്തികളിൽ നിന്നും നിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്നതാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, 5 വക്ത് നിസ്കാരം കൃത്യമായി ശീലിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള പല തിന്മകളും ഉണ്ടല്ലോ, നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തത് എന്ന് നമ്മൾക്ക് തന്നെ തോന്നുന്ന പല തിന്മകളും, അതൊക്കെ ഒഴിവാക്കാൻ നിസ്കാരം ഒരു കാരണമാകുന്നുള്ള. പ്രത്യേകിച്ച് ആ 5 വക്ത് നിസ്കാരം പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ തന്നെ പോയി ഞാൻ നിർവഹിക്കും എന്ന് നമ്മളൊരു കരാറ് സ്വയം പ്രഖ്യാപിച്ച് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ ഇപ്പം എന്തൊക്കെ ഹറാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, എത്ര ഇടങ്ങാറായാലും നമുക്കത് ഒഴിവാക്കാൻ കഴിയും. അപ്പം സ്വാഭാവികമായിട്ടും നിസ്കാരം വേണോ അല്ലെങ്കിൽ മറ്റേ വേണോ എന്നൊരു ചോയ്സിൻ്റെ ഒരു സമയം വരും. അത് ഓരോരുത്തരും പാലിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ ഒരു ടൈം വരുമ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയണം.
ശരിയാണ് ഈ പറഞ്ഞത്, അപ്പോൾ നിസ്കാരത്തിലേക്ക് പോകണമെന്നുള്ളത്. അപ്പം വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നൊരു കാര്യമാണ്, നമുക്ക് ഈ തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിസ്കാരം ഒരു പ്രചോദനവും കാരണവുമാകും എന്നുള്ളതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ഒന്ന് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തത് അസ്വലാത്തു ലിവക്തിഹ, നിസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നേരത്തെ 6 മണിക്കുള്ള ജമാഅത്തായി നടക്കുന്ന ഫർള് നിസ്കാരമായിട്ടുള്ള സുബ്ഹി, അത് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നിർവഹിക്കുക എന്നുള്ളതല്ലല്ലോ, അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ബാക്കി 2 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർത്തി പറഞ്ഞത് ബിർറുൽ വാലിദൈൻ, ഉമ്മാക്കുപ്പാക്കും നന്മ ചെയ്യുക എന്നുള്ളതാണ്. സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഇതൊക്കെ പറഞ്ഞ ശേഷം 3ാമതാണ് പറയുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്നുള്ളത്. ജിഹാദിനേക്കാളും ഉമ്മയോടും ഉപ്പയോടുമുള്ള ബാധ്യത നിർവഹിക്കുന്നതിനേക്കാളും ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സലാത്തു ലിവക്തിഹ, നമ്മുടെ നിസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഷഹാദത്ത് കലിമയ്ക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനയായ ഈ നിസ്കാരം നിസ്സാരമായി കണയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. 3ാമത്തെ നിസ്കാരത്തിൻ്റെ ഒരു മേന്മ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയാണ്, സ്വഹാബ, വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒഴുകുന്ന പുഴയിൽ നിന്നും നദിയിൽ നിന്നും 5 നേരം കുളിക്കുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് അല്ലെങ്കിൽ മാലിന്യം ഉണ്ടാകുമെന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബികളോട് പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു വൃത്തികേടും ഒരു മാലിന്യവും ഉണ്ടാവുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, ഈ മറുപടി കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ടോ എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറയുന്നു, ഫദാലിക മിസ്ലു സ്വലവാത്തിൽ ഖംസ്, ഇതുപോലെ തന്നെയാണ് 5 വക്ത് നിസ്കരിക്കുന്ന ഒരാളും, യംഹുല്ലാഹു ബിഹിൽ ഖതായ, അള്ളാഹു അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളുടെ പാപങ്ങൾ ഇങ്ങനെ മായ്ച്ചുകൊണ്ടിരിക്കുന്ന. സുബഹി നിസ്കരിക്കുമ്പോൾ അതിനെ തീരുന്നുണ്ട്, ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് അത്രയും അവസാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തിന്മകളൊക്കെ ഇതിലൂടെ മായ്ക്കപ്പെടാനുള്ള ഒരു കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമഅതു ഇലൽ ജുമഅ വ റമളാനു ഇലാ റമളാൻ, 2 റമളാനുകൾക്കിടയിലുള്ളത്, അതേപോലെ തന്നെ 2 ജുമുഅകൾക്കിടയിലുള്ളത്, അതേപോലെ തന്നെ നിസ്കാരങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങളെല്ലാം മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, നമ്മുടെ ഭാഗത്തു നിന്നും വന്നു പോകുന്ന ചെറു പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുള്ള കാരണമാകുന്നു. ഇദജ്തനബൽ കബായിർ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവക്കിടയിൽ വൻപാപങ്ങൾ വെടിയണം എന്നുള്ളതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. മാത്രവുമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അധികരിപ്പിച്ച് നമുക്ക് ഉണർത്തിയ ഒരു വിഷയം, മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, ഒരാൾ നിസ്കാരം നിലനിർത്തിയാൽ അന്ത്യനാളിൽ നമ്മൾ പോകുമ്പോൾ പ്രകാശമാണ്, തെളിവാണ്, അതേപോലെ തന്നെ മോക്ഷവുമായി ആ നിസ്കാരം മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആ നിസ്കാരത്തെ ആരാണോ മല്ലം യുഹാഫിള് അലൈഹ, ആരാണോ അതിൻ്റെ കൃത്യമായി നിലനിർത്താത്തത്, ലം യകുൻ ലഹു നൂറൻ വലാ ബുർഹാനൻ വലാ നജാതൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കവിടെ തെളിവില്ല, മോക്ഷമില്ല, പ്രകാശമില്ല. വകാന യൗമൽ ഖിയാമത്തി, അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഹദീസിൻ്റെ പ്രയോഗം, അതോടൊപ്പം തന്നെ ഖിയാമത്ത് നാളിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. നിസ്കാരം നിലനിർത്താത്ത 4 വക്ത് നിസ്കാരമുള്ളൂ, സുബഹിയില്ല, ബാക്കിയൊക്കെ നിസ്കരിക്കും. ഇനി അതല്ല അസറിന് കളിക്കാൻ പോകൽ നേരത്തെയാണ്, അതുകൊണ്ട് അസറില്ല, ബാക്കി 4 വക്ത് നിസ്കരിക്കും. അതല്ല മഗ്രിബില്ല, മഗ്രിബ് വൈകിപ്പോൾ, അപ്പോൾ പലപ്പോഴും ഇശാൻ്റെ സമയത്തേക്ക് ആ കളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി പള്ളിയിലേക്ക് പോകണം അല്ലെങ്കിൽ നിസ്കരിക്കണം എന്ന് ബോധം വരാം. അങ്ങനല്ല, 5 വക്ത് നിസ്കാരം നിലനിർത്താത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഅ ഖാറൂന വ ഫിർഔന വ ഹാമാന വ ഉബയ്യ ഇബ്നു ഖലഫ്, ഫിറൗനിനെ പോലെ, ഹാമാനിനെ പോലെ, ഖാറൂനിനെ പോലെ, ഉബയ്യ ഇബ്നു ഖലഫിനെ പോലെയുള്ള നീചവൃത്തികളായിട്ടുള്ള മനുഷ്യരുടെ കൂടെയാണ് നാളെ ഖിയാമത്ത് നാളിൽ നിസ്കാരം നിലനിർത്താത്ത ആളുകളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടു, പിന്നെ നമ്മൾ പ്രതീക്ഷ വെക്കണ്ട. ആരെ കൂടെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അള്ളാഹു കാക്കട്ടെ. ആമീൻ. അത്ര ഗൗരവമാണ് സഹോദരങ്ങളെ നിസ്കാരം. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ വിഷയം ഇട്ടെന്നുള്ളത്? തൗഹീദുണ്ട്, തൗഹീദുള്ളതുകൊണ്ട് എളുപ്പത്തിൽ സ്വർഗത്തിൽ അങ്ങ് പോകാം. പടച്ചോൻ പോലും പറഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങൾക്കാരെ ഉറപ്പ് വന്നത്?
നമ്മക്കാരെ ഉറപ്പ് വന്നത്. ചില ആളുകളുടെ വിശ്വാസം എങ്ങനെയാണ്, ഞാൻ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, നിസ്കരിക്കുന്നില്ല എന്നേ ഉള്ളൂ, അത് തന്നെ വലിയ പാപമാണ്. നിസ്കാരം ഒഴിവാക്കിയാൽ കാഫിറായി പോകുന്ന കുഫ്റാ ചെയ്യുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, കുഫ്ർ എന്ന് പറയുന്നത്. അപ്പോൾ കുഫ്ർ ചെയ്തുകൊണ്ട് ഒരാൾ ഉള്ളതുകൊണ്ട് പറയാണ്, ഞാൻ പലിശ എടുക്കുന്നില്ലല്ലോ, ഞാൻ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ, ഞാൻ ബീഡി വലിക്കാറില്ലല്ലോ, കള്ളു കുടിക്കാറില്ലല്ലോ, എമ്മടിക്കാറില്ലല്ലോ, അത്തരത്തിലുള്ള ഒരു നീചവൃത്തികളും എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ലല്ലോ. ആരായി പറയുന്നത്? 5 വക്ത് നിസ്കരിക്കാത്ത, കുഫ്ർ ചെയ്തുകൊണ്ട് നടക്കുന്ന മുസ്ലിമാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ നിന്നും നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ നമ്മുടെ അടുത്തു നിന്നൊക്കെ വന്നു പോയിട്ടുണ്ടാകും. ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ശേഷിക്കുന്ന കാലയളവിൽ 5 വക്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാനും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ എന്തൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരം ഒരു രക്ഷയായി പരലോകത്ത് കൊണ്ടുവരപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ സാക്ഷി നിർത്തി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഈ നിസ്കാരത്തെക്കുറിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മുസല്ലീങ്ങൾ അഥവാ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫവൈലുൻ, അങ്ങനെയുള്ള ആളുകൾക്ക് നാശമാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധരായിക്കൊണ്ട് നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട് എന്ന് പഠിപ്പിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു ഖുസാല, അവർ മടിയന്മാരായിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് വരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊരു ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ആയത്തുകളൊക്കെയും സൂചിപ്പിക്കുന്നത് മുസ്ലിമീങ്ങളെ കുറിച്ചല്ല, മുനാഫിക്കുകളെ കുറിച്ചാണ്. അപ്പോൾ പലപ്പോഴും മുനാഫിക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മുനാഫിക്കുകളെ കുറിച്ചാണല്ലോ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ എന്ന ഒരു പ്രതീക്ഷയും ഒരു ശുഭപ്രതീക്ഷ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള കാര്യമായിരിക്കും മനസ്സിലേക്ക് വരാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് വരിക എന്താണെന്ന് വെച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ചില മുനാഫിക്കുകൾ ഉണ്ടല്ലോ, അപ്പോൾ അവരെക്കുറിച്ചായിരിക്കും ആ ആയത്തുകൾ. ആയിക്കോട്ടെ, അവരെക്കുറിച്ചായിക്കോട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളിൽ ഒരു അസ്ല് പഠിപ്പിച്ചിരുന്നുണ്ട്, ഒരു അടിസ്ഥാനം. ഒരുപക്ഷെ ഉബയ്യ് ഇബ്നു ഖലഫിനെ കുറിച്ച് അവതരിച്ച ഒരു ആയത്ത് ഉബയ്യ് ഇബ്നു ഖലഫിനെ പോലെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവനെതിരെയുള്ള ആയത്തായി വിശുദ്ധ ഖുർആൻ്റെ ആയത്തുണ്ട് എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ നിഫാഖ് എന്ന് പറഞ്ഞാൽ? കാപട്യം, മുനാഫിക്കുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഈ കാപട്യം എന്ന് പറഞ്ഞാൽ? കപടന്മാർ. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാ? പുറത്തൊന്നും ഉള്ളിൽ വേറൊന്നും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ ആയത്ത് മുതൽ ഒരു 10ഓളം ആയത്തുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഒഴിവ് കിട്ടുമ്പോൾ, ഒഴിവുണ്ടാക്കി തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അതിൽ ഏതെങ്കിലും ഒരു അടയാളമെങ്കിലും നമ്മളിൽ ഉണ്ട് എങ്കിൽ ഭയപ്പെടണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മുനാഫിക്കുകളെ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പായി എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, മക്കയിൽ പ്രബോധനം നടത്തിയ ആ കൊല്ലങ്ങളിലൊന്നും അവിടെ ഒരൊറ്റ മുനാഫിക്ക് ഉണ്ടായിട്ടില്ല. അവരൊക്കെയും കൃത്യമായ തൗഹീദ് അനുസരിച്ച്, കൃത്യമായ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന പക്ക മുസ്ലിമീങ്ങളായിരുന്നു മക്കത്തെ മുസ്ലിമീങ്ങളൊക്കെ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം അവിടെയാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കുകളുടെ ഒരു ഉത്ഭവം, മസ്ദർ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആവിർഭാവം നടക്കുന്ന അവിടെയാണ്. അതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്തുകൊണ്ട് മുനാഫിക്കായി? അയാൾക്ക് കാഫിറാകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതിനപ്പുറം എന്തുകൊണ്ട് മുനാഫിക്കായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഔസും ഖസറജും മദീനയിലെ പ്രധാനപ്പെട്ട 2 മുശ്രിക്കീങ്ങളുടെ ഗോത്രങ്ങളായിരുന്നു ഔസും ഖസറജും. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ റസൂലുള്ളാഹിൻ്റെ പലായനത്തിന് മുമ്പ് തന്നെ അങ്ങോട്ട് പോയി. മിസ്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ അവിടെ പോയിട്ട് ഈ ഔസിലെയും ഖസറജിലെയും മുഴുവൻ ആളുകൾക്കും അവർ ദഅവത്ത് നടത്തി. അങ്ങനെ അതിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവിടെ മറ്റൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഔസും ഖസറജും എപ്പോഴും അടിയും പിടിയാണ്.
അങ്ങനെ ഇവരൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് തൊട്ട് മുമ്പേ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ, അയാളെ ഔസിൻ്റെയും ഖസ്റജിൻ്റെയും ഒപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും രാജാവായി തീരുമാനിക്കാം എന്നവർ തീരുമാനിച്ചു വെച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യവശാൽ അവിടെ നടന്നത് എന്താ? മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വരുന്നു, യസ്രിബിലേക്ക് വരുന്നു, ഔസിലെയും ഖസ്റജിലെയും പല നേതാക്കന്മാരടക്കം മുസ്ലിമീങ്ങളായി മാറുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെ ഉബൈ ഇബ്നു സലൂലിനെ എന്ത് ചെയ്യൂല? അവിടുത്തെ രാജാവാക്കൂല. അങ്ങനെ അദ്ദേഹം അധികാരമോഹം മൂത്തുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി അഭിനയിക്കുകയും അതോടൊപ്പം തന്നെ ഉള്ളിൽ കുഫ്ർ അടക്കി പിടിക്കാതെ തന്നെ മറ്റുള്ളവരെയും അതിൽ ഇങ്ങനെ ഫിത്ന ഇങ്ങനെ പേപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലയളവിൽ എന്തെല്ലാം ഫിത്നകൾ നടന്നിട്ടുണ്ടോ ആ ഫിത്നകളുടെ ഒക്കെ തുമ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളുടെ പേരാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. അബ്ദുല്ലാ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ എന്താ? നല്ലൊരു മുസ്ലിം ആണല്ലോ എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഇതേ രൂപത്തിൽ തന്നെ നമ്മളെ ഇടയിലുണ്ടാവും കുറച്ച് ആൾക്കാർ. ഒരു പക്ഷേ ഈ സംസാരം കേൾക്കുന്നവരിലുണ്ടാവും. അള്ളാഹു സംരക്ഷിക്കട്ടെ, ആമീൻ. തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയം, കാഫിറുകളെക്കാളും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടതും ജാഗ്രത കാണിക്കേണ്ടതുമായ ഒരു ടീമാണ് ആര്? മുനാഫിക്കുകൾ എന്നാണ്. കാരണം കാഫിറുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യക്ഷത്തിൽ അവർ നമ്മുടെ എനിമീസാണ്, ശത്രുക്കളാണ്. അപ്പം നമ്മളെ ഓലെ അറിയാലോ, ഓലോടൊരു ജാഗ്രത നമുക്ക് പൊതുവേ ഉണ്ടാവും. പക്ഷെ മുനാഫിക്കുകളുടെ പ്രത്യേകത എന്താ? ചിലപ്പോൾ നമ്മുടെ കൂടെ 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിലുണ്ടാവും. അവർ നിസ്കരിക്കും മടിയന്മാരായിക്കൊണ്ടാണ്. അള്ളാഹിനെ നിസ്കാരത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ദിക്ർ ചൊല്ലേണ്ടത്, അള്ളാഹുവിനെയാണ് ഓർക്കേണ്ടത്. ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമേ അവർ അള്ളാഹിനെ ഓർമ്മിക്കുന്നുള്ളൂ. ബാക്കി എന്താ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, നന്മയോ തിന്മയോ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു അമല് നമ്മൾ ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്താൽ അതിന് പറയുന്നതാണ് റിയാ, അശ്ശിർക്കുൽ അസ്ഗർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? അത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയിട്ടാണ്. ആർക്കിടയിലുള്ളതാ? നമുക്കും അള്ളാഹുവിനും ഇടയിലുള്ള ഒരു മുനാജാത്ത്, ഒരു ഹിവാർ, ഒരു സംഭാഷണമാണ്, ഒരു കോൺവെർസേഷൻ ആണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ ചില ആയത്തുകൾ ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മറുപടി നമുക്ക് നൽകുന്നുണ്ട്. നമ്മളോട് ചിലത് ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിനുശേഷം അതിന് മറുപടിയായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ഞങ്ങളെ നേരായ മാർഗത്തിൽ വഴി നടത്തണേ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. നമ്മൾ പഠിക്കണം അത്തരം വിഷയങ്ങൾ. സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ ആര് സ്തുതിച്ചുവോ, ഹംദ് ചൊല്ലിയോ, സമിഅ അല്ലാഹ്, അള്ളാഹു കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുത്തിദാലിൽ നിന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദ് എന്നാ പറയുന്നത്. ഞങ്ങളുടെ രക്ഷിതാവേ അങ്ങേക്കാകുന്നു ഹംദുകൾ മുഴുവനും, സ്തുതി മുഴുവനും. ഇതെങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. അള്ളാഹുലേക്ക് ഒരു അബ്ദിന്, ഒരു അടിമക്ക് ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയുന്നത് നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ. ആ സുജൂദിൽ കടന്നിട്ട് നമുക്ക് മനസ്സ് തട്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. അള്ളാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണത്. പ്രാർത്ഥിക്കാൻ കഴിയണം. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരെന്തു പറയുമെന്ന് വിചാരിച്ചിട്ടോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് 2 വശമുണ്ട്. ഒന്ന്, ആരെങ്കിലും നല്ല പറയാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വെറുതെയാണ്. ആ സമയം വേറെ എന്തെങ്കിലും ചെയ്താൽ എന്തായാലും ഹറാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കിട്ടും എന്ന് വെച്ച് നിസ്കാരം ഒഴിവാക്കണം എന്നുള്ളതല്ല. ഓക്കെ. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ആളുകളിൽ നിന്ദിക്കും എന്ന് വിചാരിച്ചിട്ട് ഓൻ നിസ്കാരമൊന്നും ഇല്ലാത്തവനാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടും നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വകുപ്പ് എന്താ വെച്ചാൽ, ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇവരൊക്കെ എന്നെ കാണോ, അതാണ് അടുത്ത വസ്വാസ്. ഇബ്ലീസിന്റെ 2ാമത്തെ പിടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് 3ാമത്തേലേക്ക് എങ്ങനെയാണ് പോകാന്നുള്ളതാണ് രീതി പറഞ്ഞിരുന്നത്. 3ാമത്തെ എന്താണെന്നറിയോ? നമ്മൾ നല്ല രീതിയിൽ വുളൂഒക്കെ ചെയ്ത് വളരെ കൃത്യമായി വുളൂ ചെയ്തുകൊണ്ട് നടന്നുകൊണ്ട് പള്ളിയിലൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, നിർബന്ധമായിട്ടുള്ള നിസ്കാരത്തിന് വന്നു കഴിഞ്ഞാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ്. ഹജ്ജ് ചെയ്ത കൂലി. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരാൾ അൽഹംദുലില്ലാഹ് പള്ളിയിലേക്ക് ഇങ്ങനെ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് ഇട്ട് തരുന്ന ഒരു ചിന്ത എന്തായിരിക്കും എന്നറിയോ? ഞാനിപ്പം പോകുന്ന നിസ്കാരത്തിനാണ് 4 ആൾ അറിഞ്ഞ അത് റിയാ ആവൂലേ, അത് തെറ്റല്ലേ, അപ്പം ഞാൻ ആരെ അറിയിക്കാതെ പോകണം എന്ന് വിചാരിക്കും. അങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ എല്ലാവരും അവിടുന്ന് ഒളു കൊടുക്കുന്നുണ്ട്, നമ്മൾ ഒളു കൊടുക്കാതെ പള്ളിയിലേക്ക് കയറുകയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ആരും ചോദിക്കുന്നൊന്നുമില്ല, നിങ്ങളോട് ആരും ചോദിക്കില്ല. അതിനുള്ള അന്തമുള്ളവരെ പള്ളിയിൽ ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിൽ നിന്ന് ഒളു കൊടുത്ത് വന്നാണ്, അല്ലാണ്ട് ഒളു കൊടുക്കാണ്ട് ആരെ പള്ളിയിലേക്ക് കയറും. അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഇബ്ലീസ് ഇട്ട് തരുന്ന ഒരു ചിന്തയാണ് ഈ പറഞ്ഞത്. ഒരു പക്ഷേ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവും,
എല്ലാവരും ഇവിടെ നല്ല ഒതു കൊടുക്കുന്നത്, അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഒതു കൊടുത്ത് വന്നതാണ് എന്ന എൻ്റെ ആ ഒരു രഹസ്യമായ നന്മ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ റിയാ ആവൂലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഒഴിവാക്കിയാലും റിയാ ആണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണ് എങ്കിൽ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടോ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. നമ്മളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ പോലും അത് അല്ലാഹ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. വേറെ ആൾ കണ്ടാലെന്താ, കണ്ടില്ലെങ്കിൽ എന്താ, ഓല് നമുക്ക് എന്തേലും തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമാണ് ആ വിഷയം. വളരെ കൃത്യമായി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം സൂചിപ്പിക്കാനുള്ളത് വസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പം അവിടെ വളരെ കൃത്യമാണ്. നമുക്ക് തോന്നുന്ന രീതിയിൽ നിസ്കരിക്കുക എന്നുള്ളതല്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിച്ചത് എന്ന് വളരെ കൃത്യമായി ഡീറ്റെയിലായി ഈച്ച് ആൻഡ് എവ്രിതിങ് എവിടെ ഉണ്ട്, ഹദീസിൽ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് കൂടി മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി അതിനായി ഒരു ക്ലാസ്സിന് പോകാനുള്ളൊരു സമയവും ഇല്ല. എന്താ അപ്പോൾ അത് ഓൺലൈൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് യൂട്യൂബിൽ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മലയാളത്തിൽ തന്നെ വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും എന്താണ് നമുക്ക് സംശയം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ അതിന് മറുപടി കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളത് സഫീർ അൽ ഹിക്കമി എന്ന് പറയുന്ന പണ്ഡിതൻ ഹഫിളഹുല്ലാഹ്, അള്ളാഹു അതിന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അത് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ 1 മണിക്കൂറൊന്നും ഫുള്ള് ഒറ്റ അടിക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? അതിലൊരു 10 മിനിറ്റ് നമുക്ക് കേൾക്കാൻ വകുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് 10 മിനിറ്റ് കേൾക്കാം. ഇനി അന്ന് വൈകുന്നേരം ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി തിരക്കിൻ്റെ ഇടയിൽ, അപ്പോൾ ആ 5 മിനിറ്റും കൂടി കാണാം. അങ്ങനെയെങ്കിലും നമ്മളത് പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വുളു എങ്ങനെയാണ് പൂർത്തീകരിക്കുക, അതിൻ്റെ കൃത്യമായ രൂപം എന്താ, സംശയങ്ങളൊക്കെ തിരുത്തുന്ന രീതിയിലുള്ള മറ്റൊരു വീഡിയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും കൃത്യമായി ദീന് എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അതേ രൂപത്തിൽ മനസ്സിലാക്കാനും എങ്ങനെയാണോ ജീവിതത്തിൽ പകർത്തേണ്ടത് സ്വഹാബികളൊക്കെ ജീവിതത്തിൽ പകർത്തിയതുപോലെ പകർത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ.